26 വയസ്സുണ്ടെങ്കിൽ 26 വയസ്സിൻ്റെ വളർച്ചയുണ്ട്. വലിയൊരു ചെറുക്കനാണ്. എന്നാലും നമ്മൾ 3 മാസമായ കൊച്ചിനെ പോലെ കൊണ്ടുവന്ന് കിടക്കണം. പിന്നെ നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് ഞാനതെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഇവിടെ കൂടിയതാണ്. പിന്നെ ഇവൻ്റെ ബാത്റൂം എല്ലാം കിടപ്പിലാണ് പോകണം. അപ്പം നമുക്ക് ഇവൻ്റെ ഒരു ആക്ഷൻ ഉണ്ട്. ആക്ഷൻ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ബാത്റൂമിൽ പോകാനാണോ എന്താണെന്നുള്ളത്. പിന്നെ നമ്മൾ അപ്പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ആ കിടപ്പിലെല്ലാം ചെയ്തു പോകും. പിന്നെ നമ്മൾ എടുത്ത് കാണും. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഒരു റുട്ടീനാണ്. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് ഡ്രസ്സ് ചെയ്ത് നമ്മളിങ്ങ് പോരുകയാണ്. പിന്നെ നമ്മൾ എല്ലാം ബാക്കിയുള്ള സമയം മുഴുവനും സ്കൂളിലാണ്. അപ്പോൾ സ്കൂളാകുമ്പോഴത്തേക്കും ഒരു വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്കും ബിഹേവിയർ പ്രോബ്ലം അങ്ങനെയൊക്കെ വരും. ഇതാകുമ്പോഴത്തേക്കും ഇവരെ പോലുള്ള കുട്ടികൾ, ടീച്ചേഴ്സ്, മറ്റുള്ള ആൾക്കാരെല്ലാവരും ഇവർ ഹാപ്പിയാണ് എപ്പോഴും. രാവിലെ എണീറ്റ് വന്നാൽ ആദ്യമേ റൂമിൽ നിന്ന് വന്നത് ബാത്റൂമിലേക്കാണ്. ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ പല്ല് തേച്ച് തല പോയി കുളിച്ച് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചെല്ലും ശരിയാക്കി കൊടുക്കും, ശരിയാക്കി തേക്കാനാണ്. കുളിച്ച് ഇറങ്ങിയാൽ ഉടുപ്പോട്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ 7 മണിക്കായിരിക്കും ബാത്റൂമിൽ പോയി ഇറങ്ങിയാൽ അപ്പോൾ കുളി കഴിഞ്ഞാൽ അപ്പോൾ പോയി യൂണിഫോം ഇട്ടിരിക്കണം. ചിലപ്പോൾ 6 മണിക്കാണെങ്കിൽ 6 മണിക്ക് യൂണിഫോം ഇട്ടിരിക്കും. സ്കൂളിൽ പോയാൽ മതി. ആ ഒരു മൈൻഡ് മാത്രമേ ഇപ്പോൾ സ്കൂളാണ്. വേറെ സ്കൂളിലാക്കാന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല. രാവിലെ പറഞ്ഞു മോനെ നമുക്ക് ഞാൻ ആഴ്ച 2 ദിവസം പോവാം. അപ്പം അമ്മച്ചി അവിടെ ഇരുന്നിട്ട് വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് പോരാ ഇങ്ങോട്ടെന്ന് പറയും. അന്ന് അമ്മച്ചിക്ക് എന്നെയാണ് കൊല്ലാൻ പാടില്ലേ, എന്നെയാണ് കൊല്ലാൻ പാടില്ലേ, പിന്നെ എന്തിനാ എന്നെ വളർത്തണേന്ന് ചോദിച്ചു. എൻ്റെ പഠിപ്പ് പോവും, എനിക്ക് എല്ലാ ദിവസവും സ്കൂളിൽ പോകണമെന്ന് പറയും. ഇനി വന്നു കഴിഞ്ഞാൽ ഇനി എപ്പോഴും പോണ്ട, തന്നെത്താനും പോയാൽ മതി, ഞാൻ വന്നില്ല തന്നെത്താനും പോയാൽ മതി, ഞാൻ വന്നില്ല. പിന്നെ ഇവിടെ പറയും ഓരോരുത്തരും ബർത്ത്ഡേ കാര്യങ്ങളിപ്പോൾ പറയും. ഇന്ന് ഇന്ന കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ മിഠായി ഉണ്ട്, ലഡു ഉണ്ടായി, അതെല്ലാം പറയും. പിന്നെ അരുണിൻ്റെ ബർത്ത്ഡേക്കേ മാഡം ഇല്ലായി ഷീനാജി, എൻ്റെ ബർത്ത്ഡേക്ക് ഷീനാജി ഉണ്ടായി, കേക്ക് കുറിച്ച് എനിക്ക് വാങ്ങി വെച്ചു. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫുഡ് കൊടുക്കാനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ചോറ് കഴിക്കാൻ, അപ്പോൾ ഒരു കുഞ്ഞിന് ചോറ് കഴിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇവൻ ചോറ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ ഒരു ഉരുള ഇങ്ങനെ എടുത്ത് വായിലിടും. അപ്പോൾ മറ്റവന് കഴിക്കാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ അവൻ്റെ പ്ലേറ്റിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് അവന് വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അവൻ കഴിക്കുന്ന സമയത്ത് ഇവൻ ഒരു ഉരുള എടുത്തിട്ട് ഇവൻ്റെ വായിൽ വയ്ക്കും, എന്നിട്ട് മറ്റവൻ എടുത്തിട്ട് അവൻ്റെ വായിൽ വയ്ക്കും. ഇതൊക്കെ നമുക്ക് ശരിക്കും ഒരു നോർമൽ സ്കൂളാണെങ്കിൽ നമുക്കിത് കാണില്ല. അത്രയും ഒരു പരസ്പരം ഭയങ്കര സ്നേഹമാണ് പിള്ളേർക്ക്. പിന്നെ സ്പോർട്സിനാണെങ്കിലും പിള്ളേരിങ്ങനെ ഓടും നമ്മൾ കളിക്കാൻ വരുന്ന സമയത്താണെങ്കിൽ. അപ്പോൾ സാധാരണ കുട്ടികളാണെങ്കിൽ അവർക്ക് ജയിക്കണം അങ്ങനെയല്ലേ വരുന്നത്. എടാ വാടാ ജയിക്കണം, എടാ അത് ചെയ്യ് ഇത് ചെയ്യ്. അപ്പോൾ ഇവർക്കെല്ലാം ഒരുമിച്ച് ജയിക്കണം, ഇതാണ് വേണ്ടത്. കുഞ്ഞുങ്ങളെല്ലാം ചെയ്യും. ഇപ്പോൾ നമ്മൾ പാടിച്ച് വരാൻ പറഞ്ഞാലും, ഇപ്പോൾ മുറ്റടിക്കാൻ പറഞ്ഞാലും, ഇപ്പോൾ ഈ പുല്ല് പറിക്കാനും നമ്മൾ പുല്ലും പോവും, കുട്ടിയൊക്കെ ഫൈൻ മോട്ടോർ കോർഡിനേഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ രാവിലത്തെ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ വിറ്റാമിൻ ഡി തന്നെ ഇതും കിട്ടുമല്ലോ. കണ്ടമാനം ഇവർ ജോലി ചെയ്യിപ്പിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. എന്നാലും ഇതുപോലെ കുട്ടികളെപ്പോഴും ഹാപ്പിയാണ് ഇവിടെ. അത് കാണുമ്പോൾ നമ്മളും സന്തോഷമാണ്. ഇപ്പോൾ തൊഴിലായിട്ട് തന്നെ കുട്ടികളെ പേപ്പർ ബാഗ്, ഇപ്പം മാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്. വരും തിരുവോണത്തോണികൾ കണ്ടു, തിരുവോണത്തോണികൾ കണ്ടു, പുഴയുടെ തീരെ തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു.
ഇങ്ങോട്ട് സ്ഥലത്ത് എന്നെ കൂടെ ആരെ കൂടെ വിടൂല, അമ്മക്ക് ഇഷ്ടമല്ല. പിന്നെ ബസ്സിനൊക്കെ വരുമ്പോൾ ആമ്പിള്ളാരൊക്കെ ഇറങ്ങി ഓടുമ്പോൾ തട്ടിമുട്ടി വീണ ഞമ്മക്ക് പാടാ. എനിക്ക് അമ്മച്ചക്ക് ഒരാളുള്ളു. അപ്പം അപ്പച്ചനില്ല, അപ്പച്ചൻ മരിച്ചുപോയി. അല്ലക്കൂരും പത്തം കഴിയും ആടിൻ്റെ കാര്യം ഒക്കെ നോക്കിയിട്ടാ, നാടിൻ്റെ കോഴിൻ്റെ കാര്യം നോക്കിയിട്ടാ വന്ന ഉള്ളിൽ. അതല്ല എനിക്ക് ഒരു കൂട്ട്. വീട്ടിൽ വയ്ക്കുമ്പോൾ ആകെ ഇത് ബോറടിയായിരിക്കും. വീട്ടിൽ വന്ന പോലെ കുളി വരെ പെൻസുകളുണ്ടല്ലോ, ഭയങ്കര രസം എനിക്ക്. പിന്നെ ടൂറൊക്കെ പോകുമ്പോൾ സന്തോഷം അതിൻ്റെ ഇരട്ടി. ആ സന്തോഷമാണ്. പിന്നെ പക്കയായിട്ട് ഇഷ്ടപ്പെട്ട് സന്തോഷം, ഹാപ്പിയായി. അടിപൊളിയാണ്, അടിപൊളിയാണ്, ഒത്തിരി സന്തോഷം. സ്കൂളിൽ ചേർത്തത് പിന്നെ ഒരു 2 ആഴ്ച മുന്നേ ആയിട്ട് പപ്പ വെളിയിൽ നിന്ന് വണ്ടിക്ക് വരുമായിരുന്നു. അത് കണ്ട് ഓടി പുറത്തോട്ട് എന്നിട്ട് പപ്പ എന്ന് 2 തവണ വിളിച്ചു. പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനും ഹസ്ബൻഡും എന്താ പറയുക, പെട്ടെന്ന് ഷോക്കായി. എന്നുവെച്ചാൽ ഒരു വാക്ക് പോലും പറയാത്ത ആൾ പെട്ടെന്ന് പപ്പ എന്ന് വിളിച്ച് പുറത്തോട്ട് ചെന്നപ്പോഴത്തേനും അത് ഇവിടെ വന്ന പിന്നെ മോന് കിട്ടിയൊരു വലിയൊരു മാറ്റമാണ്. ഒരാളുടെ 2 ആളുടെ അല്ല. എൻ്റെ കുട്ടി രാത്രിയിൽ മൂത്രമൊഴിക്കാതിരുന്നു. അപ്പോൾ നമുക്കൊന്ന് വേറെ എവിടെയെങ്കിലും ഒരു കല്യാണ വീട്ടിലോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവർക്കൊരാശ്വാസം. അല്ലെങ്കിൽ കുട്ടി വയലൻ്റ് ആവുന്ന കുട്ടി ഒന്ന് ഒതുങ്ങിയിരിക്കാൻ പഠിച്ചു. അവർക്കതൊരു സന്തോഷമാണ്. നമ്മൾ വിചാരിക്കും ഇത്രയല്ലേ ഉള്ളൂ, പക്ഷെ അവരുടെ ജീവിതത്തിൽ അത് വലിയൊരു സന്തോഷമാണ്. എൻ്റെ കുട്ടി ഒന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ ഒരു അച്ഛനമ്മ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ എനിക്കൊരു ചോറ് വേണമെന്ന് പറഞ്ഞു. അവൻ ജനിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ചൈൽഡാണ്, നിങ്ങൾ ഈ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നേരെ നോക്കി നടക്കാനോ ഒന്നും അവന് പറ്റില്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം നേരെ നോക്കി, കാഴ്ചയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബാലൻസ് കുറവുണ്ടെങ്കിലും എല്ലാത്തിനും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. വളരെ നല്ല. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആങ്സൈറ്റി ആഗ്നി എന്ന് പറഞ്ഞ രക്ഷാകർത്താക്കളെ ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങളുടെ കാലശേഷം ഈ കുട്ടികളെ ആര് സംരക്ഷിക്കുമെന്നുള്ളതാണ്. അത് ആ ഒരു പ്രതീക്ഷ അമ്മയിലാണ് ഞങ്ങൾ കാണുന്നത്. അമ്മ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം